ഹായ് ഗൈസ്, ഇന്ന് ഞായറാഴ്ച ഒരു സിൻജിയാങ് ഫുഡ് ചൈനീസ് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതൊരു ഫുറ്റിയാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ, യു സിറ്റിയിൽ. ഇതാണ് ഇതിനകത്തുള്ള സിറ്റുവേഷന്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നോർമൽ ഫുഡാണ്. മോസ്റ്റ് ഓഫ് ദ ഫോറിനേഴ്സ് എല്ലാം വന്ന് കഴിക്കുന്ന ഒരു ഏരിയയാണിത്. മാർക്കറ്റിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ ഇതാണ് അവരുടെ മെനു വരുന്നത്. റൈസ് വിത്ത് ബീഫ്, നൂഡിൽസ്, അതുപോലത്തെ സംഭവമാണ് വരുന്നത്. ഓക്കെ, നമ്മളേതായാലും ബീഫ് റൈസ് അതാണ് ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ആക്കിയത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഇതിന് കിച്ചൺ കാര്യങ്ങൾ വരുന്നത്. നന്നായിട്ട് നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഉഷാറാണ്. വന്ന ഉടനെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് തരുന്നുണ്ട്. ഒരു പ്രത്യേകിച്ച് സെമി സ്വീറ്റ് വാട്ടറാണത്. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു വാട്ടർ. അപ്പോൾ നമുക്കുള്ള റൈസ് അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് അവർ വെക്കുകയാണ് ചെയ്യുക. എൻ്റെ കൂടെയുള്ളവൻ രണ്ടും മേടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവം? ഓക്കെ, അത് കേടാണ്, തൈര്. അത് ലസ്സി ടൈപ്പാണ്, സ്വീറ്റ് ആയിട്ടുള്ളൊരു തൈരാട്ടോ. നോക്കട്ടെ അത് തന്നെയാണെന്നുള്ളത്. കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. യെസ്, നല്ല നല്ല അടിപൊളി കട്ടിത്തൈര് കേട്ടോ. നല്ല കട്ടിത്തൈര്, നല്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി. ടേസ്റ്റ് കറക്റ്റാണ്. മധുരമുള്ള ഒരു നമുക്കുള്ള രണ്ട് റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് ബീഫ് വേവിച്ചത് ഒഴിക്കും. ഓക്കെ, അതൊക്കെ കടായിൽ നന്നായി വേവിച്ച് ബീഫ് കണ്ട ഇതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് സെർവ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതല്ല. നല്ല ടേസ്റ്റാട്ടോ. വെജിറ്റബിൾ മിക്സ്ഡ് ആയിട്ട് വരുന്നത് അവരുടെ പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വരുന്നു, നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. എന്താ കാണുന്നത് പോലെ തന്നെ കേട്ടോ. ഇതൊക്കെ ഒരു ഹാഫ് ബോയിലാണ് വെജിറ്റബിൾ ഉണ്ടാവുള്ളൂ. വെജിറ്റബിളിന് ഒരുപാട് ഓവർ കുക്ക് ചെയ്തിട്ട് അവർ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ തന്നിട്ടുണ്ട്. ഫോറിനേഴ്സിന് കാണുമ്പോൾ സ്പെഷ്യലായിട്ട് ഒരു സ്പൂണാണ് അതിൻ്റെ. അത് വെച്ച് നമ്മൾ ട്രൈ ചെയ്യും. ഇത് വെച്ച് കഴിക്കുന്ന ഒരു സുഖം നമുക്ക് ചോപ്പ് സ്റ്റിക്കിൽ കിട്ടത്തില്ല. എങ്കിലും ചോപ്പ് സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചോപ്പ് സ്റ്റിക്ക് കുഴപ്പമില്ല, ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ചില വെജിറ്റബിൾ പോലുള്ള സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ചേരട ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ ട്രൈ ചെയ്യും.